ജീവിതത്തിൽ എല്ലാ സമയത്തും സങ്കടം വരുന്നതിൻ്റെ ഏക കാരണം നമ്മൾ എല്ലായ്പ്പോഴും ആലോചിക്കുന്നത് നമുക്കില്ലാത്തതിനെ കുറിച്ചാണ്. നമുക്കതില്ലല്ലോ, ഇതില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ, എനിക്കതിന് കഴിയുന്നില്ലല്ലോ, എനിക്കിതിന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ എല്ലാ സമയത്തും ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നവരാണ് നമ്മൾ. നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തതിനെ കുറിച്ച് എല്ലായ്പ്പോഴും ആലോചിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ മുഴുവനായിട്ട് നമുക്ക് സങ്കടവും പ്രശ്നവും നമുക്ക് ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയും ഒക്കെയാണുള്ളത്. ജീവിതത്തിൽ നമുക്കുള്ളതിനെ കുറിച്ച് നാം എണ്ണി നോക്കുകയാണ് എങ്കിൽ നൂറുകണക്കിന് കാര്യങ്ങൾ ഉണ്ടാകും. നമുക്കില്ലാത്തതിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് കൊണ്ടാണ് നമുക്കൊന്നുമില്ല എന്ന് തോന്നുന്നത്. ഞാനൊരു ഭാഗ്യം കെട്ട ആളാണ്, എനിക്ക് ദൈവാനുഗ്രഹമില്ലാത്ത ആളാണ്, എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, ഞാൻ ഈ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ആളാണ് എന്നൊക്കെ നാം ആലോചിച്ചു പോകുന്നത് നമുക്കില്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. നമുക്ക് ഉള്ളതിനെ കുറിച്ച് നാം ആലോചിക്കുക. ഉള്ളതിനെ കുറിച്ച് നാം ആലോചിച്ച് ആ ഉള്ളതിന് അത് നൽകിയ ദൈവം തമ്പുരാന്, പ്രപഞ്ചനാഥന്, സർവശക്തന് നാം നന്ദി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കില്ലാത്ത പോയത് പോലും നമ്മളിലേക്ക് വന്നു ചേരും എന്നതാണ് തത്വശാസ്ത്രം. അത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. നാം ഒരു കാര്യത്തെക്കുറിച്ച് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരികയും നമുക്ക് നല്ല ആത്മവിശ്വാസം വരികയും എനിക്കിതിനൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിതിനൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്ന രീതിയിൽ നമ്മുടെ ചിന്ത വരികയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. നമ്മളെല്ലായ്പ്പോഴും ആലോചിക്കുന്നത് എന്താ? മറ്റുള്ളവർക്കുള്ള പലതും നമുക്കില്ലല്ലോ എന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഈ ധനവും മറ്റുള്ള സൗകര്യങ്ങളും വീതിച്ച് നൽകുന്നതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാം നൽകുന്നതിനു പകരം പലർക്കും പലതായി നൽകുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. സമാധാനം, മനസ്സിന് ശാന്തി, ഇതൊന്നും ഒരുപക്ഷെ നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് ധനമുണ്ടാകുന്നത് കൊണ്ടോ, ഒരുപാട് പ്രശസ്തി ഉണ്ടാകുന്നത് കൊണ്ടോ, ഒരുപാട് മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവരിലാണ് മനസ്സമാധാനം, ശാന്തി, വിജയം എന്നൊക്കെ ഉള്ളത് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. നാം വിചാരിക്കുന്ന, നാം ഉള്ളത് എന്ന് വിചാരിക്കുന്ന, അനുഗ്രഹമെന്ന് വിചാരിക്കുന്ന ഒന്നുമില്ലാത്തവർ പോലും വളരെ മനസ്സമാധാനത്തോടു കൂടി വളരെ ശാന്തമായി ജീവിക്കുന്നത് നമുക്ക് കാണാം. നാം നന്മകളെന്നും ഗുണങ്ങളെന്നും ഭാഗ്യങ്ങളെന്നും കരുതുന്ന സമ്പത്ത്, സ്ഥാനമാനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളവരിൽ പലരും യാതൊരു മനസ്സമാധാനവുമില്ലാതെ അവസാനം ജീവിതം ഒടുക്കുന്നത് പോലും നമ്മൾ നിത്യമായി നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കുന്നവർക്ക്, വാർത്തകൾ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാകുക എന്നതിനപ്പുറത്ത് ഉള്ളതിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ സമാധാനം കണ്ടെത്തുകയും അത് നൽകിയ സർവശക്തനായ തമ്പുരാന് നന്ദി പറയുന്നവർക്കുമാണ് ഈ സമാധാനം, ശാന്തി, മനസ്സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് അതിനെ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു സംഭവത്തെ നാം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടു നടക്കുക, ഒരു കൃതജ്ഞതാബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മളിലുള്ള നന്മകളെ എണ്ണി എഴുതി അത് വായിച്ചുകൊണ്ട് അത് നൽകിയ ഈ പ്രപഞ്ചത്തിന്, പ്രപഞ്ചനാഥന്, സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സമാധാനം, നമ്മളിലുണ്ടാകുന്ന ശാന്തി, നമ്മളിലുണ്ടാകുന്ന നന്മ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ, ബൈപാപ്പിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന, ഒരു ദിവസം ശ്വസിക്കുന്നതിന് വേണ്ടി വലിയ വില നൽകേണ്ടി വരുന്നവരും. എന്നാൽ അതുപോലും മനസ്സമാധാനത്തോടു കൂടിയോ ഇന്ന് നാം അനുഭവിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ സുഖങ്ങളോട് കൂടിയോ അനുഭവിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ ആശുപത്രികളിലും മറ്റും കിടക്കുന്നത് നമുക്കറിയാം. എന്നാൽ നമുക്കങ്ങനെയല്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പ്രപഞ്ചത്തിലെ വായു ശ്വസിക്കാനും നമ്മുടെ ജീവിതം നിലനിർത്താനും
ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുന്നുണ്ട്. അത് നൽകിയത് സർവശക്തനാണ്, ഈ പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. നമ്മൾ എപ്പോഴെങ്കിലും അത് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിന് നന്ദി പറയുകയോ നാം ചെയ്യാറില്ല എന്നതാണ് സത്യം. അതുപോലെ നമ്മുടെ കണ്ണുകൾ, ലോകത്ത് കണ്ണു കാണാത്ത എത്രയോ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഈ ലോകത്തിന്റെ നന്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അമ്മയുടെയോ അച്ഛന്റെയോ മക്കളുടെയോ ഭാര്യയുടെയോ മുഖം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് രണ്ട് കണ്ണുകൾ മനോഹരമായ ഈ ലോകത്തെ കാണാൻ, ഇവിടുത്തെ വർണ്ണങ്ങളെ കാണാൻ, ഇവിടുത്തെ ഈ ഭൗതികമായിട്ടുള്ള അന്തരീക്ഷത്തെ കാണാൻ, ഇവിടെയുള്ള ഈ പ്രകൃതി രമണീയമായ ഈ ഭൂമിയുടെ സൗന്ദര്യത്തെ കാണാൻ എല്ലാം കഴിയുന്നുണ്ട്. അതിന് നാം അത് നൽകിയ ദൈവത്തിന്, സർവശക്തന്, പ്രപഞ്ചത്തിന് നന്ദി പറയേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കാലുകൾ, നമ്മുടെ കൈകൾ, ലോകത്ത് കാലില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ കാലുകളിൽ എണീറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് നടക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കൈകൾ കൊണ്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ ലോകത്ത് എത്രയോ ആളുകൾ കാലില്ലാത്ത, കൈയില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ നമ്മളിലുള്ള ഈ നന്മയെ, ഈ അനുഗ്രഹത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് സത്യം. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും. പലർക്കും പലതുമില്ലാത്തത് ആർട്ടിഫിഷ്യലായി ശരീരത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഒരു വേള നമ്മുടെ ശ്വാസം ഒന്ന് നിന്നാൽ, ഒരു വേള നാം കുടിക്കുന്ന വെള്ളം കുടിക്കാതിരുന്നാൽ, ഒരു വേള നാം കുടിക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയാതിരുന്നാൽ, എപ്പോഴെങ്കിലും നാം ആ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ലോകത്ത് എത്രയോ ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ദൈവം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടില്ല. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന വലിയ ഒരു ശതമാനം ആളുകളെ സംബന്ധിച്ച് നാം ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹം ചെയ്തവരാണ്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്, മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാൻ കഴിയുന്നത്. ലോകത്ത് എത്രയോ പേർ പട്ടിണി കൊണ്ട് മരിക്കുന്നു. ഒരു നേരം പോലും, ഒരു ദിവസം കൃത്യമായി ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് നല്ലവണ്ണം വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ്. നാം കിടന്നുറങ്ങിയത് ഒരു ഷെൽട്ടറിന് കീഴിലാണ്. ലോകത്ത് ഒട്ടനവധി ആളുകൾക്ക് കിടന്നുറങ്ങാൻ, സേഫായിട്ടൊന്ന് കിടന്നുറങ്ങാൻ വീടോ ഒരു ഷെൽട്ടറോ ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ നമുക്കതുണ്ട്. നമുക്ക് കുടുംബങ്ങളുണ്ട്, നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇതൊന്നുമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമുക്ക് എഴുതാൻ കഴിയും, വായിക്കാൻ കഴിയും, കേൾക്കാൻ കഴിയും. പക്ഷെ എഴുതാൻ കഴിയാത്ത, വായിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. പക്ഷേ ദൈവം നമ്മളോട് നന്മ ചെയ്തിരിക്കുന്നു, കാരുണ്യം ചെയ്തിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പൂർണ്ണതയിൽ നമുക്ക് ജന്മം നൽകിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചത് പോലും ഒരു അനുഗ്രഹമാണ്. അതും മനുഷ്യനായി ജനിക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമാണ്. നല്ലവരായ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ സാധിച്ചതും ഒരു അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ അനുഗ്രഹങ്ങളെ എണ്ണി 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 പറയുകയാണ് എങ്കിൽ ആയിരക്കണക്കിന്, എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ അനുഗ്രഹം നമുക്കുണ്ട്. നമ്മൾ അങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കുള്ള അനുഗ്രഹങ്ങളെ ഒരു നോട്ട് ബുക്ക് എടുത്ത് ദിവസവും എഴുതി എഴുതി വെച്ച് അത് വായിച്ച് നാം അത് നൽകിയ ദൈവത്തെ സ്മരിക്കുകയും ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്താൽ നമുക്കില്ല എന്ന് വിചാരിക്കുന്ന പലതും നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ആ ആത്മവിശ്വാസം കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ കാര്യങ്ങളെ നേരിടാനും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദിവസവും രാവിലെ എണീറ്റ ഉടനെയും രാത്രി ബെഡിലേക്ക് പോകുമ്പോഴും നാം ഗ്രാറ്റിറ്റ്യൂഡിനെ, നന്ദി പറയലിനെ, നാം ഒരു കൃതജ്ഞതാ ബോധത്തെ
നാം സൃഷ്ടിച്ചെടുക്കുക. തീർച്ചയാണ് ഇങ്ങനെ നന്ദി ചെയ്തവർക്ക് ദൈവം കൂടുതൽ നൽകുമെന്ന് മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എനിക്കൊന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കാതെ, എനിക്കിതെല്ലാം ഉണ്ടല്ലോ, ഇതിനൊക്കെ കഴിവുള്ള ഒരാളാണ് ഞാൻ, ഇതിനൊക്കെ അനുഗ്രഹം ലഭിച്ച ഒരാളാണ് ഞാൻ ഭാഗ്യവാനാണ് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുകയും കരുത്തോടുകൂടി, ഊർജത്തോടുകൂടി, മോട്ടിവേഷനോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും, ചെയ്യുന്ന കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ശക്തമായ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാനും നമുക്ക് കഴിയും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം എന്നത് ഈ നമുക്കുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയുമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മ വരാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ, നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ, നമുക്ക് നല്ല ആത്മവിശ്വാസം തോന്നാൻ, നമുക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ, നമ്മളോട് നമുക്ക് ബഹുമാനം തോന്നാൻ നാം ചെയ്യേണ്ടത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് രാവിലെയും രാത്രി കിടക്കാൻ പോകുമ്പോഴും നമുക്കുള്ളതിനെ കുറിച്ച് ആലോചിച്ച്, അന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച്, നമ്മളുമായി നല്ല സ്നേഹബന്ധങ്ങൾ പങ്കിട്ടവരെ ആലോചിച്ച്, അവർക്കും ഈ ഭൂമിക്കും നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും അതിന് കാരണമായ, നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനും സർവശക്തനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നല്ല ആത്മവിശ്വാസവും സമാധാനപൂർവമായ ഒരു മനസ്സും ശാന്തമായിട്ടുള്ള ഒരു ജീവിതവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതിന് നമുക്ക് കഴിയട്ടെ നല്ല ഒരു ജീവിതം കരഗതമാക്കാൻ, സമാധാനപൂർവമായ, ശാന്തമായിട്ടുള്ള, ശാന്തിയോട് കൂടിയിട്ടുള്ള നല്ല ഒരു മാനസികാവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോസിറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.